സായ്കുമാർ ഇപ്പോൾ ബലപ്രയോഗിച്ച ആളുകളെ അവിടെ നിന്ന് മാറ്റാൻ ശ്രമിക്കുന്നതിന്റെ കാഴ്ചകൾ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ഒന്നോ രണ്ടോ പേരെ ആയിട്ടാണ് എങ്കിലും ബലം പ്രയോഗിച്ച് അറസ്റ്റ് ചെയ്ത് പോലീസ് വാഹനത്തിലേക്ക് നീക്കാനുള്ള ശ്രമമാണ് നടക്കുന്നത്. നോബിൾ മാരിക്കാരൻ നമ്മളോടൊപ്പം തത്സമയം ചേരുകയാണ്. നേരത്തെ ഇപ്പോൾ നമ്മൾ സ്ക്രീനിൽ കാണുന്നത് PC വിശ്വനാഥിനെ അറസ്റ്റ് ചെയ്ത വാഹനത്തിലേക്ക് കയറ്റിയതിന്റെ ദൃശ്യങ്ങളാണ്. ഷാഫി പറമ്പിലെയും നമുക്ക് ആ ദൃശ്യങ്ങളിൽ കാണാം. PC വിശ്വനാഥ്, ഷാഫി പറമ്പിൽ എന്നിവരെ അറസ്റ്റ് ചെയ്ത് പോലീസ് വാഹനത്തിലേക്ക് കയറ്റിയതിന്റെ ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ കാണുന്നത്. അവിടെ നിന്ന് ആളുകളെ, നേതാക്കളെ ബലം പ്രയോഗിച്ച് നീക്കാനുള്ള ശ്രമം ഇപ്പോഴും തുടരുകയാണ്. നോബിൾ മാരിക്കാരൻ വിവരങ്ങളുമായി നമ്മളോടൊപ്പം ചേരുകയാണ്. നോബിൾ, എങ്ങനെയാണ് ഈ വലിയ പ്രതിഷേധത്തിന് താൽക്കാലിക പരിഹാരമുണ്ടാക്കാനുള്ള ശ്രമം ദില്ലി പോലീസിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നത്? അങ്ങനെ അറസ്റ്റിനോട് വഴങ്ങാൻ പ്രതിപക്ഷത്തെ നേതാക്കൾ തയ്യാറാകുമോ? മാധു, പ്രതിപക്ഷത്തിലെ എംപിമാർ എന്തായാലും പ്രത്യേകിച്ച് കോൺഗ്രസിന്റെ എംപിമാർ ഒരടി പോലും പിന്നോട്ട് പോകാൻ തയ്യാറാകുന്നില്ല എന്നാണ് നമുക്ക് ദൃശ്യങ്ങളിൽ മനസ്സിലാവുന്നത്. എംപിമാർ ശക്തമായി തന്നെ പ്രധാനമന്ത്രി വസതിക്ക് മുന്നിൽ അവരുടെ പ്രതിഷേധം മുന്നോട്ട് കൊണ്ടുപോവുകയാണ്. പ്രധാനമന്ത്രി രാജിവെക്കണം എന്നാണ് ഇതിലെ ആവശ്യം വിദ്യാർത്ഥികൾക്ക് എതിരായ നടപടി അടക്കം ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ഇപ്പോൾ ഇങ്ങനെയൊരു പ്രതിഷേധം എന്താണെങ്കിലും ആരംഭിച്ചിരിക്കുന്ന. ചോദ്യം നമ്പർ 12 നമുക്കറിയാം, നേരത്തെ ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെക്കണം എന്നായിരുന്നു പ്രതിപക്ഷത്തിന്റെ ആവശ്യം. പക്ഷേ ആ ആവശ്യത്തിനപ്പുറം ഇപ്പോൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാജിവെക്കണം എന്ന നിലപാട് സ്വീകരിച്ചുകൊണ്ടാണ് കോൺഗ്രസ് ഇന്നിപ്പോൾ ഈ അപ്രതീക്ഷിത പ്രതിഷേധം എന്താണെങ്കിലും സംഘടിപ്പിച്ചിരിക്കുന്നത്. ഇതൊരു പ്രധാനപ്പെട്ട, നമ്മൾ അടുത്ത കാലത്തും ഇങ്ങനൊരു പ്രതിഷേധത്തിൽ രാഹുൽ ഗാന്ധിയെ പോലും കണ്ടിട്ടില്ല എന്ന് എടുത്തു പറയേണ്ടതാണ്. പല വിമർശനങ്ങളും അടുത്ത നാളുകളിൽ രാഹുൽ ഗാന്ധി ഏറ്റുവാങ്ങിയിട്ടുണ്ട്. നമുക്കറിയാം, രാഹുലിന്റെ വിദേശയാത്ര അടക്കം ചോദ്യം ചെയ്തുകൊണ്ട് വലിയ വിമർശനങ്ങൾ രാഹുൽ ഗാന്ധിക്ക് നേരെ ഉയർന്നിട്ടുണ്ട്. പക്ഷേ അതൊക്കെ അപ്രസക്തമായിക്കൊണ്ടിരിക്കുമ്പോൾ രാഹുൽ ഗാന്ധി പാർലമെന്റ് നടപടികൾക്ക് പിന്നാലെ RML ആശുപത്രിയിൽ എത്തി പരിക്കേറ്റ വിദ്യാർത്ഥികളെ കാണുന്നു. തൊട്ടു പിന്നാലെ കോൺഗ്രസ് അവർക്ക് നിയമസഹായം നൽകുമെന്ന് പ്രഖ്യാപിക്കുന്നു. പിന്നാലെ മല്ലികാർജ്ജുൻ ഖാർഗെയുടെ വസതിക്ക് മുന്നിൽ നിന്ന് നേതാക്കൾ ഒരു മാർച്ചായി പ്രധാനമന്ത്രിയുടെ വസതിയുടെ ഗേറ്റിലേക്ക് വരുന്നു. പ്രധാനമന്ത്രി രാജിവെക്കണമെന്ന് ആവശ്യപ്പെടുന്നു. രാഹുൽ ഗാന്ധി, പ്രിയങ്ക ഗാന്ധി അടക്കമുള്ള നേതാക്കൾ നേതൃത്വം നൽകുന്നു. കേരളത്തിലെ മുഖ്യമന്ത്രി VD സതീശനെ ആ സമരത്തിലേക്ക് അദ്ദേഹം കൂടി എത്തുന്നു. വലിയ പ്രതിഷേധമായി ഇത് മാറുന്നു. പല എംപിമാരെയും ഇതിലൂടെ തന്നെ കസ്റ്റഡി എടുത്ത് മാറ്റിയിട്ടുണ്ട്. രാഹുൽ ഗാന്ധിയുണ്ട്, പ്രിയങ്ക ഗാന്ധി ഇപ്പോൾ നിരത്തിയിരിക്കുന്നു. ഈ പ്രധാനപ്പെട്ട രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും ഇവിടെ തുടരുകയും ചെയ്യുകയാണ്. പ്രതിഷേധം നീണ്ടുപോകുമെന്ന് ഉറപ്പാണ്. എംപിമാർ പ്രത്യേകിച്ച് പറഞ്ഞ ആളുകളെ അറസ്റ്റ് ചെയ്യുമെന്ന് അടക്കമുള്ള കാര്യം ഇപ്പോൾ PC വിശ്വനാഥ് ഈ സമരവേദിയിലേക്ക് എത്തുന്ന കാഴ്ച നമുക്ക് കാണാൻ കഴിയുന്നു. കേരളത്തിലുള്ള MLA-മാർ അടക്കമുള്ളവരും മന്ത്രിമാരൊക്കെ ഈ സമരത്തിന്റെ ഭാഗം. PC വിശ്വനാഥ് കേരളത്തിലെ മന്ത്രി കൂടിയാണ്. അദ്ദേഹം കൂടി ഇപ്പോൾ ഈ സമരത്തിന്റെ ഭാഗമായിരിക്കുന്നു. എന്താണെങ്കിലും വളരെ സ്വീകരണം നമുക്ക് കാണാൻ കഴിയും. പവൻ കേരെ കാണാൻ കഴിയും. ഹൈബീഡിന് അടക്കമുള്ള ഇരുന്ന് പ്രതിഷേധം, രണ്ട് കൈകളും ബന്ധിപ്പിച്ചുകൊണ്ടുള്ള പ്രതിഷേധമടക്കം ആരംഭിച്ചതാണ്. നിലപാട് രാജിവെക്കണമെന്ന നിലപാട് ഉന്നത ഉദ്യോഗസ്ഥർ പല ഘട്ടങ്ങളിൽ. നമ്മളോടൊപ്പം ചേരുകയാണ്. നേരത്തെ PC വിശ്വനാഥിനെ അവിടെ നിന്ന് അറസ്റ്റ് ചെയ്ത് നീക്കിയതാണ്. വിശ്വനാഥ് വീണ്ടും ആ സമര രംഗത്തേക്ക് എത്തുകയാണ്. അതിനിടയിൽ ദില്ലി പോലീസ് വലിയ ജനക്കൂട്ടത്തിൽ നിന്ന് കൃത്യമായ ആളുകളെ അറസ്റ്റ് ചെയ്ത് നീക്കാനുള്ള ശ്രമം ഒരു വശത്തു കൂടി നടത്തുന്നുമുണ്ട്. KC വേണുഗോപാലും പ്രിയങ്ക ഗാന്ധിയും ഒക്കെ അവിടെ കുത്തിയിരുന്ന് പ്രതിഷേധിക്കുകയാണ്. വലിയ പ്രതിഷേധമാണ് പ്രതിപക്ഷ പാർട്ടികളുടെ നേതൃത്വത്തിൽ, കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ പ്രധാനമന്ത്രിയുടെ വസതിയുടെ മുന്നിൽ നടക്കുന്നത്. ഒരുപക്ഷെ ദില്ലി പോലീസിന് ഇത്ര ശക്തമായ ഒരു പ്രതിഷേധം മുൻകൂട്ടി കാണാൻ കഴിഞ്ഞില്ല എന്നു തന്നെ പറയേണ്ടി വരും. സുരക്ഷാ ഉദ്യോഗസ്ഥരടക്കം അവിടെ നിലയുറപ്പിച്ചിട്ടുണ്ട്. പക്ഷേ വലിയ തോതിൽ പ്രതിപക്ഷത്തെ MPമാർ, കോൺഗ്രസിന്റെ MPമാർ ഒന്നടങ്കം പാർലമെന്റിൽ നിന്ന് നേരിട്ട് വന്ന് CJPക്ക് പിന്തുണയുമായി ഈ പ്രതിഷേധത്തിന് മുന്നിൽ നിൽക്കുകയായിരുന്നു. KC വേണുഗോപാലും പ്രിയങ്ക ഗാന്ധിയും രാഹുൽ ഗാന്ധിയും മല്ലികാർജ്ജുന ഖാർഗെയും അടക്കമുള്ള നേതാക്കൾ, കേരളത്തിലെ മുഖ്യമന്ത്രി VD സതീശൻ, മന്ത്രി PC വിശ്വനാഥ്, ഷാഫി പറമ്പിൽ, അങ്ങനെ രാജ്മോഹൻ ഉണ്ണിത്താൻ, VK ശ്രീകണ്ഠൻ തുടങ്ങിയ ദേശീയ നേതാക്കളെ എല്ലാവരെയും നമുക്ക് അവിടെ നിന്ന് കാണാൻ കഴിയും. കോൺഗ്രസിലെ MPമാരെ എല്ലാവരെയും നമുക്ക് ആ സമരമുഖത്ത് കാണാൻ കഴിയും. പ്രധാനമന്ത്രി രാജിവെച്ചൊടിയണം, രാജ്യം കണ്ട ഏറ്റവും വലിയ യുവജന വിരുദ്ധനാണ് പ്രധാനമന്ത്രി എന്ന് പ്രഖ്യാപിച്ചുകൊണ്ടാണ് രാഹുൽ ഗാന്ധി സമരത്തിന് നേതൃത്വം ഏറ്റെടുക്കുന്നത്. ഒരൊറ്റ ധർമ്മേന്ദ്ര പ്രധാനു വേണ്ടി നൂറുകണക്കിന് വിദ്യാർത്ഥികളുടെ ചോര ചിന്തനമോ എന്നുള്ള ചോദ്യമാണ് കോൺഗ്രസ് മുന്നോട്ട് വെക്കുന്നത്.
ധർമ്മേന്ദ്ര പ്രധാനെ സംരക്ഷിക്കാനുള്ള തീരുമാനത്തിൽ നിന്ന് സർക്കാർ പിന്നോട്ട് പോകണം, പ്രധാനമന്ത്രി പിന്നോട്ട് പോകണം എന്നുള്ളതാണ് കോൺഗ്രസ് മുന്നോട്ട് വെക്കുന്ന മുദ്രാവാക്യം.